നമസ്കാരം. ഞാനിപ്പോഴും അമേരിക്കയിൽ തന്നെയാണ്. ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ചിക്കാഗോയിലാണ്. അമേരിക്കയിൽ ഇന്ന് ഒരു ആഘോഷങ്ങളുടെ ദിവസമാണ്. ഹലോവിൻ എന്നാണ് ആ ആഘോഷത്തിന് പറയുന്ന പേര്. ഹലോവിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഹലോവിൻ എന്നത് ലോകമെമ്പാടും, പ്രത്യേകിച്ച് അമേരിക്ക, കാനഡ, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ ഒക്ടോബർ മാസം 31 ആഘോഷിക്കുന്ന ഒരു ജനപ്രിയ ഉത്സവമാണ്. ഇതിൻ്റെ ഉത്ഭവം പുരാതന സെമിറ്റിക് സംസ്കാരത്തോടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഹലോവിൻ ഉത്സവത്തിൻ്റെ വേരുകൾ 2000 വർഷം പഴക്കമുള്ള സാംഹേൻ എന്ന സെൽറ്റിക് ഉത്സവത്തിലാണ്. സെൽറ്റിക് ജനങ്ങൾ അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, ഫ്രാൻസ് എന്നിവിടങ്ങളിലായിരുന്നു താമസം. സാംഹേൻ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്തിൻ്റെ അവസാനമെന്നും ശീതകാലത്തിൻ്റെ തുടക്കമെന്നും അർത്ഥമുണ്ട്. അന്ന് അവർ വിശ്വസിച്ചിരുന്നത് ഒക്ടോബർ 31 ജീവിച്ചവരുടെ ലോകവും മരിച്ചവരുടെ ലോകവും തമ്മിലുള്ള അതിർത്തി ക്ഷീണിക്കുകയും ആത്മാക്കൾ ഭൂമിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുമെന്നായിരുന്നു. അവരെ ഭയപ്പെടുത്താനോ അകറ്റാനോ വേണ്ടി അഗ്നികുണ്ഡങ്ങൾ തെളിച്ച് മുഖാവരണങ്ങൾ, അതായത് മാസ്ക് ധരിച്ച് ആളുകൾ പുറത്തു പോയിരുന്നു. പിന്നീട് ക്രിസ്തുമതം യൂറോപ്പിലാകെ വ്യാപിച്ചതോടെ പാപ്പ ഗ്രിഗറി III 8-ാം നൂറ്റാണ്ടിൽ നവംബർ 1 ആൾ സെയിൻസ് ഡേ അല്ലെങ്കിൽ ആൾ ഹലോസ് ഡേ ആയി പ്രഖ്യാപിച്ചു. എല്ലാ വിശുദ്ധരെയും ഓർക്കാനുള്ള ഒരു ദിവസം. അതിനു മുൻപുള്ള രാത്രി, അതായത് ഒക്ടോബർ 31 ആൾ ഹലോസ് ഈവന്റ് എന്നാണ് വിളിക്കപ്പെട്ടത്. പിന്നീട് ഇത് ചുരുക്കമായി ഹലോവിൻ ആയി മാറി. അമേരിക്കയിലെ ഹലോവിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 19-ാം നൂറ്റാണ്ടിൽ അയർലൻഡ്, സ്കോട്ട്ലൻഡ് സ്വദേശികൾ അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോൾ അവർ ഹലോവിൻ പരമ്പരകൾ അവരോടൊപ്പം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ചരിത്രകാരന്മാരും പറയുന്നത്. അവിടെയാണ് ഇത് ജനപ്രിയ ആഘോഷമായി മാറിയത്. കുട്ടികൾ വേഷം ധരിച്ച് വീടുകളിൽ നിന്ന് ട്രിക്ക് ഓർ ട്രീറ്റ് നടത്താൻ തുടങ്ങി. അതായത് ട്രീറ്റ് എന്ന് ഉദ്ദേശിച്ചത് കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ നൽകണം, അല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേടുകൾ ഒപ്പിക്കും. അതിനെയാണ് ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് വൈകുന്നേരം, അതായത് ഇന്ന് വൈകുന്നേരം കുട്ടികളൊക്കെ ഒറ്റയ്ക്കും കൂട്ടമായും വേഷങ്ങൾ ധരിച്ച് വീടുകളിൽ വന്ന് മിഠായി സ്വീകരിക്കും, എന്നിട്ട് താങ്ക്സ് പറഞ്ഞിട്ട് പോകും. ഇതാണ് ഇപ്പോഴത്തെ ആഘോഷത്തിൻ്റെ ഒരു ഭാഗം. പണ്ട് പംകിൻ കാർവിംഗ്, കുമ്പളങ്ങ കത്തിക്കുന്നത് എന്ന ആചാരവും നിലനിന്നിരുന്നു. അയർലൻഡിൽ നിന്നാണ് ഇത് വന്നത്. ആദ്യം അവർ ടർണിപ്പ് ഉപയോഗിച്ചായിരുന്നു, പക്ഷെ അമേരിക്കയിൽ പംകിൻ എളുപ്പത്തിൽ ലഭിച്ചതിനാൽ അത് സ്വീകരിച്ചു. അതായത് കുമ്പളങ്ങയുടെ അകത്തുള്ളതെല്ലാം എടുത്തു കളഞ്ഞിട്ട് അതിൽ തിരി തെളിച്ചു വെക്കും. ഇന്നത്തെ ഹലോവിൻ ഒരു സാംസ്കാരിക ഉത്സവമായിട്ട് മാറിയിട്ടുണ്ട് ലോകമെമ്പാടും. അതായത് അമേരിക്കയിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും കുട്ടികളും മുതിർന്നവരും വേഷധാരണം നടത്തും. വീടുകൾ സ്പൂക്കി ഡെക്കറേഷൻസ്, അതായത് ഭീകര അലങ്കാരങ്ങൾ കൊണ്ട് നിറയ്ക്കും. മനുഷ്യന്റെ പ്രേതരൂപങ്ങളും മസ്തികളും തലയോട്ടികളും ഒക്കെ വെച്ചിട്ട് കളർ ലൈറ്റുകൾ ഇട്ട് അലങ്കരിക്കും. നമ്മുടെ നാട്ടിൽ വീടുകളുടെ മുന്നിലൊക്കെ ക്രിസ്തുമസിന് പുൽക്കൂടും ക്രിസ്തുമസ് ട്രീയും ഒക്കെ ഉണ്ടാക്കി അലങ്കരിക്കുന്നത് പോലെ ഇവിടെ ഓരോ വീടുകളുടെ മുന്നിലും ഗോസ്റ്റുകളും പ്രേതങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ച് അലങ്കരിക്കും. അതുപോലെ ജാക്കോബ് ലാന്റേൺ, അതായത് അഗ്നിയുള്ള കുമ്പളങ്ങ, ആത്മാക്കളെ അകറ്റാൻ ആണെന്നാണ് പറയപ്പെടുന്നത്. ഗോസ്റ്റഡ് സാംഹൈൻ ആത്മാക്കളുടെ പ്രതീകമാണെന്നാണ് വിശ്വാസം. അതുപോലെ ചിലന്തി വലയും സാത്താന്റെ രൂപവും ഒക്കെ വയ്ക്കുന്നത് അന്ത്യകാലത്തെയും ഇരുട്ടിനെയും പ്രതിനിധീകരിക്കുന്നതാണ്. അതിനുവേണ്ടിയാണ്. ഹലോവിൻ ഇന്നൊരു വിനോദപരമായ ആഘോഷമാണെങ്കിലും അതിൻ്റെ വേരുകൾ മരണം, ആത്മാവ്, പ്രകൃതി ചക്രം എന്നിവയുമായി ബന്ധമുള്ള പുരാതന സെൽറ്റിക് മതാചാരങ്ങളിൽ ആണെന്ന് പറയാം. അങ്ങനെയാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിവിടെ ഒരു വലിയ ആഘോഷമാണ്. നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ പലരും പറയും സാത്താനെ ആരാധിക്കുന്നവർ എന്നൊക്കെ പറയും. ഇത് വർഷത്തിലൊരിക്കൽ ഇത് വലിയൊരു ആഘോഷമാണ്. അങ്ങോട്ട് അടുത്തത് താങ്ക്സ് ഗിവിങ് ആണ്. അടുത്ത മാസം അവസാനം താങ്ക്സ് ഗിവിങ്. അത് കഴിഞ്ഞിട്ട് അതായത് നവംബർ അവസാനം, അത് കഴിഞ്ഞ് ഡിസംബറിൽ ക്രിസ്മസ് ആഘോഷം. അങ്ങനെ ആഘോഷങ്ങളുടെ മാസങ്ങളാണ് ഇനി വരുന്നത്. ഇന്നതിന് തുടക്കമായി. ഈ ഹലോവിൻ ആഘോഷിക്കുന്നത് ഇന്നാണെങ്കിൽ, യഥാർത്ഥ ഹലോവിൻ ഇന്നാണ് ആഘോഷിക്കുന്നതെങ്കിലും ഇതിനു മുൻപേ, ഒരു മാസം മുമ്പേ തന്നെ വീടുകളുടെ മുന്നിലൊക്കെ അലങ്കാരങ്ങൾ വെച്ച് തുടങ്ങി. അതുപോലെ നമ്മൾ സിറ്റികളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഈ യുവാക്കളും യുവതികളും ഒക്കെ കൂട്ടമായി
ഓരോ വേഷവിധാനങ്ങളൊക്കെ ധരിച്ച് മാസ്ക് ഒക്കെ ധരിച്ച്, അതുപോലെ നമ്മളവിടെ ഈ പലരുടെയും രൂപങ്ങൾ ഉള്ള മാസ്ക് ഉണ്ടല്ലോ, അതായത് ഗോസ്റ്റിന്റെയും അതിൻ്റെയൊക്കെ ഈ രൂപങ്ങൾ കളർ വെച്ച് ഉണ്ടാക്കിയ ചിത്രങ്ങൾ വരച്ച മാസ്കുകൾ, അതുപോലുള്ള മാസ്കുകളും ഒക്കെ ഉപയോഗിച്ച് അതൊക്കെ വെച്ച് സിറ്റികളിലൊക്കെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നടക്കുന്നതും അവർ പോയി ക്ലബ്ബുകളിലൊക്കെ അവർ പോയി ആഘോഷിക്കുന്നതും ഒക്കെ നമുക്ക് ഒരു മാസം മുമ്പേ നമുക്ക് കാണാം. ഞാനത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ സിറ്റികളിലൊക്കെ കറങ്ങിയപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒക്കെ കണ്ടിരുന്നു. അതിനകത്ത് എനിക്ക് രസകരമായി തോന്നിയ ഒരു സംഭവമുണ്ട്. ഒരു യുവാവ് യേശുക്രിസ്തുവിന്റെ വേഷം ധരിച്ച് ഇവരോടൊപ്പം നടന്നു പോകുന്നത് വരെ കണ്ടു. അപ്പൊ അങ്ങനെ ഒരു മാസം മുമ്പേ ഇതിന്റെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഇന്നാണ് അതിന്റെ യഥാർത്ഥ ആഘോഷം. കുട്ടികളൊക്കെ കൂട്ടമായി, ഈ ചെറിയ കുട്ടികളൊക്കെ വരുന്നത് മാതാപിതാക്കളോടൊപ്പമാണ്, അല്ലാതെ ഇച്ചിരി മുതിർന്ന കുട്ടികളും യുവാമ്പനൊക്കെ വരുന്നത് അവരൊറ്റയ്ക്കും അതുപോലെ കൂട്ടമായിട്ടൊക്കെ അവർ എല്ലാ വീടുകളിലും, മിക്ക വീടുകളിലും ഒക്കെ കയറി ഈ സ്വീറ്റ്സ്, ഈ മിഠായി സ്വീകരിച്ച് താങ്ക്സും പറഞ്ഞ് പോകും. പല വീടുകളുടെയും മുന്നിൽ അലങ്കരിച്ചിരിക്കുന്ന അലങ്കാരങ്ങൾ കണ്ടാൽ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും. ഒക്കെ മനുഷ്യന്റെ അസ്ഥികൂടം, തലയോട്ടി, പിന്നെ എല്ലിൻ കഷ്ണങ്ങളെ, അതുപോലെ തന്നെ ഈ പ്രേതങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നത് ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങനെയുള്ള രൂപങ്ങളെ, കറുത്ത തുണി വെച്ച് മൂടിയ രൂപങ്ങളെ, അങ്ങനെയൊക്കെ ഒത്തിരി നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള രൂപങ്ങളും ഒക്കെ വെച്ചാണ് അവരിത് വീടുകളുടെ മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. അത് കാണുമ്പോഴേ അറിയാം നമുക്ക്. അപ്പൊ നമ്മുടെ നാട്ടിൽ അതൊക്കെ സാത്താൻ സേവയെന്നും സാത്താൻ രൂപങ്ങളെന്നും ഒക്കെ പറയുമെങ്കിലും ഇവിടെ അങ്ങനെ പറയില്ല. ഇതൊരു ആഘോഷമായിട്ടാണ് ഇവിടെ ആളുകൾ കരുതുന്നതും ആഘോഷിക്കുന്നതും ഒക്കെ.